പാലക്കാട് പുതുപ്പരിയാരത്ത് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലുള്ള റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി തുറന്നു. ഹെൽത്ത് ലബോറട്ടറി ഉദ്ഘാടനം MLA A. പ്രഭാകരൻ നിർവഹിച്ചു. അപ്പോൾ ആളെ നോക്കിയിട്ട് ചാർജ് നിശ്ചയിക്കുന്ന പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് ധൈര്യത്തിൽ വന്നിട്ട് ഒരു നിശ്ചിത ഫീസ് മാത്രം തന്നെ വാങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. മാത്രമല്ല BPL-കാർക്ക് പൂർണ്ണമായി പാവങ്ങൾക്ക് സൗജന്യമായിട്ടും ഇവിടെ സേവനം നടത്തുമെന്ന് പറയുമ്പോൾ ഇത് ഈ പ്രദേശത്തിന് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ നിന്നെല്ലാവരും കൂടി എൻപിയിട്ട് ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഇത് അനുഗ്രഹമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. മിക്കവാറും പാലക്കാട് ജില്ല ഹെഡ്ക്വാർട്ടേഴ്സിനോട് തൊട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് വന്നു പോകാൻ വളരെ സൗകര്യമായിരിക്കും. ഇതിന് തൊട്ടടുത്താണ് മിലിറ്ററി. ജില്ലയിലെ മുഴുവൻ ആൾക്കാരും പലവരും വരുന്നുണ്ട്. മിലിറ്ററിയുടെ ഒരു ഇത് അവിടെയുണ്ട് തൊട്ടടുത്ത്. പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോഷ് TV റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശോഭന T, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ L. ഇന്ദിര, K. സുകുമാരൻ, ബിനുമോൾ BS, TS ദാസ്, MM രവീന്ദ്രൻ, ഉഷാകുമാരി C, ബിന്ദു PR, VK ജയപ്രകാശ്, S. ബഷീർ എന്നിവർ സംസാരിച്ചു. പൊതുജനാരോഗ്യ സംരക്ഷണ രംഗത്ത് നിർണായക പങ്കുവഹിക്കുന്ന റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബ് പ്രവർത്തന സജ്ജമാകുന്നതിലൂടെ രോഗനിർണയ പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാകുമെന്നും സമയബന്ധിതമായ ആരോഗ്യ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MLA അറിയിച്ചു. പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 4.5 സെന്റ് സ്ഥലത്തിൽ 2 നിലകളിലായി 5500 ചതുരശ്ര അടിയിലാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ലാബ് ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനായി 27.5 ലക്ഷം രൂപ പ്ലാൻ ഫണ്ടിൽ അനുവദിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് രോഗനിർണയത്തിന് അനിവാര്യമായ ലബോറട്ടറി പരിശോധനകളുടെ സേവനങ്ങളാണ് ഇവിടെ നിന്നും ലഭ്യമാകുക. പ്രാഥമികമായി ഡെങ്കിപ്പനി ടെസ്റ്റായ എലൈസ ടെസ്റ്റുകൾ ഇവിടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ സാധാരണ ലബോറട്ടറി പരിശോധനകൾക്കൊപ്പം പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട സർവൈലൻസ് സാമ്പിൾ, ഔട്ട്ബ്രേക്ക് സാമ്പിൾ, മൈക്രോബയോളജിക്കൽ സാമ്പിൾ, മോളിക്യൂളർ ടെസ്റ്റ്, പകർച്ചവ്യാധികളുടെ സാമ്പിളുകൾ, പ്രത്യേകിച്ചും ഔട്ട്ബ്രേക്കുകൾ റിപ്പോർട്ട് ചെയ്തിടങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ എന്നിവ പരിശോധിക്കുവാൻ സാധിക്കും. UTV ന്യൂസ്, പാലക്കാട്.